സാധാരണ ഇതുപോലുള്ള ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് ബ്ലോഗർമാരല്ലാത്തവരെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ക്രിയേറ്റർ എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു കമൻറ്റ് കിട്ടുന്നത്. ഏതായാലും കമൻറ്റ് ഒന്ന് ഖലീൽക്ക ഒന്നും വിചാരിക്കരുത്, സ്നേഹം കൊണ്ട് ചോദിക്കാം. ഈ ഡി ആർ എന്നുള്ള പ്രൊഫഷണൽ ഡി ആർ ആണോ അതോ ഈ ഡി ആർ എന്നുള്ള ഇനീഷ്യലാണോ? കേട്ട് നോക്കുക. അപ്പോൾ എനിക്ക് ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു റിപ്ലൈ കൊടുക്കണം തോന്നിയിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇതുപോലുള്ള സംശയങ്ങൾ പലർക്കും ഉള്ളതായതുകൊണ്ട് എന്തിന് ഗ്രൂപ്പിലൂടെ കൊടുക്കണം, മറ്റൊരു പോസ്റ്റ് തന്നെ ആക്കുക എന്ന്. കാരണം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഈവൺ അവർക്ക് കിട്ടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ദിസ് ഈസ് എൻ അഡ്വാൻറ്റേജ്. അതവർക്ക് വലിയൊരു വളമായിരിക്കും. നമ്മുടെ നാട്ടിൽ ആരൊക്കെ യൂട്യൂബിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടോ അവരൊക്കെ വളർന്നത് അവർക്ക് കിട്ടിയ നെഗറ്റീവ് കമൻറ്റുകളിലൂടെയാണ്, അല്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് ഇതെല്ലാം നമുക്ക് കൂടുതൽ വളർച്ച കിട്ടുന്ന ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമോ, ഈ അജ്നാസിന് ഈ ഒരു കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മളിപ്പം ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് പാർട്സ് എന്ന് പറയുന്നൊരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വസ്തുവിന് പല ഭാഗങ്ങളുണ്ടാവും. ആ ഓരോ ഭാഗത്തിൻ്റെയും പേരിൽ നമ്മൾ ആ ഒരു വസ്തുവിനെ നിർവചിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ ഒരു ആന നമ്മുടെ മുമ്പിലുണ്ട്. ഒരു 10 അന്തന്മാരെ നമ്മൾ ആനയുടെ ചുറ്റും കൊണ്ടുപോയി. ഒരു ആനയുടെ കാല് പിടിച്ച അന്തം പറഞ്ഞു ഇതൊരു തൂണാണെന്ന്. അതിൻ്റെ വാല് പിടിച്ച ആൾ പറഞ്ഞു ഇതൊരു ചൂലാണ്. ഇതേപോലെയാണ് എനിക്ക് തോന്നിയത് അജ്നാസിൻ്റെ ഒരു കമൻറ്റ് കണ്ടപ്പം. കാരണം അവിടെ ഞാൻ ഇട്ടൊരു പോസ്റ്റാണ് എന്നെക്കുറിച്ച് ഈ പറയാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താണ് പോസ്റ്റ്? പവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണു നീ ഞമ്മക്ക് കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താൻ്റെ ഗമേൽ വരും. ഒന്നുമില്ല, എൻ്റെ ബാച്ച് സംഗമം വരാൻ പോവുകയാണ്. ഞാനപ്പോൾ അതിന് ഒരു പാട്ട് പാടാൻ വേണ്ടി രജിസ്റ്റർ. നമ്മുടെ ഫ്രണ്ട്സാണല്ലോ, മീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഞാൻ റിഹേഴ്സൽ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ എന്താണ് ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നൽകുന്ന ഒരു സംഭവമാണത്. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റർ കമ്മ്യൂണിറ്റിയിലൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ക്രിയേറ്റർക്ക് ആദ്യം വേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഒരു കംഫോർട്ട് സോണിൽ അങ്ങ് നിന്ന് പോവാണ്. ഞാൻ ഡ്യൂട്ടിൻ്റെ ഇടയിലായതുകൊണ്ട് കേട്ടോ അത് വെച്ചത്. എന്നാലും ഒരു ആൾക്കാർ ഇനി സ്റ്റെത്ത് വെച്ചാണോ സംസാരിക്കുന്നതൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണ് ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ പലർക്കും ആഗ്രഹമുണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യണമെന്ന്. ആ വ്ളോഗ് ചെയ്യാൻ അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഇതങ്ങോട്ട് പിടിച്ച് വരുമ്പോഴേക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചമ്മലായിരിക്കും. ഈ ചമ്മൽ മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ടാണെങ്കിലും മറ്റുള്ള എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്താലേ ഒരാൾക്ക് വ്ളോഗർ ആവാൻ പറ്റുള്ളൂ, ഒരു ക്രിയേറ്റർ ആവാൻ പറ്റുള്ളൂ. അതിനുള്ള വലിയൊരു കാര്യം നമ്മൾ ചെയ്യും. നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താണ് എന്നുള്ളത് അത് ഒരിക്കലും നമ്മൾ ഒരൊറ്റ പ്രൊഫഷൻ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനും പാടില്ല. ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് ടോയ്ലറ്റ് പോകേണ്ടി വരും, അത് ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ ടോയ്ലറ്റ് പോയിരിക്കുമ്പം നമ്മൾ പറയാം ഇപ്പോൾ ടോയ്ലറ്റ് പോയിരിക്കുക, അപ്പോൾ പറയാം ആ ഡോക്ടർ എപ്പോഴും ടോയ്ലറ്റിലാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതേ ഒരു അവസ്ഥയാണ് ഈ അജ്നാസിൻ്റെ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം 3000-ഓളം പോസ്റ്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് പലതും റീച്ചിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ലെങ്കിലും പോസ്റ്റുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേഷൻ ഈസ് എ ഹോബി. അതെൻ്റെ ഒരു ഹോബിയാണ്. കാരണം ഈ ക്രിയേഷൻ ഹോബി ആവാൻ കാരണം എന്താണ്? അതിന് പിന്നിൽ മറ്റൊരു ഹോബിയുണ്ട്. നമുക്കെപ്പോഴും ലേൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഒരു മണിക്കൂറോളം എക്സസൈസിൻ്റെ സമയത്തൊക്കെ ലേണിങ്ങിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലേണിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണ് എന്നെ സംബന്ധിച്ചോളം ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സിനൊന്നും നോക്കാതെ തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഈസ് മൈ ഹോബി. അതുകൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും എനിക്ക് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ വ്ളോഗ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചാനലാക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കറിയാം എനിക്ക് ആഴ്ചയിൽ 2-3 പോസ്റ്റ് ഇട്ടാൽ മതി. ചിലപ്പോൾ 2-3 പോസ്റ്റ് ആയി എന്ന് വരാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇപ്പോൾ അജ്നാസ് ഒരു പോസ്റ്റ് ഇട്ടപ്പം എനിക്ക് അതിനുള്ള റിപ്ലൈ യൂട്യൂബിലൂടെ കൊടുക്കാനാണ് തോന്നിയത്. കാരണം അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ കംഫോർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യണം. പക്ഷേ അത് സാമൂഹിക മര്യാദയ്ക്ക് നിരക്കാത്തതാവരുത്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടാതെ എങ്ങനെ തുള്ളി നടക്കുന്ന അവസ്ഥ അല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സാമൂഹികമായിട്ട് നമുക്ക് വേണ്ട ഒരു സോഷ്യൽ നോംസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാട്ട് പാടുന്ന എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഹോൾ വേൾഡ് ഈസ് ദർ ഫ്രണ്ട് ഗ്രൂപ്പ്. കാരണം അവർ വ്യൂ ചെയ്യുന്നവരൊക്കെ അവരെ ഫ്രണ്ട്ഷിപ്പ് വളയത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവരെ മുമ്പിലാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ മുമ്പിൽ എന്ത് കാണിക്കുകയോ അതൊക്കെ കാണിക്കുക എന്നുള്ളത് നമ്മളെ ഒരു യൂട്യൂബർ സംബന്ധിച്ചുള്ള ചെയ്യുന്നത്.
പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരൊറ്റ പാർട്ടിൻ്റെ പേരിൽ നമ്മളത് നിരൂപണം ചെയ്യരുത്. എന്തുകൊണ്ട്? ഞാൻ ഒരുപാട് അസുഖങ്ങളെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. ഈ ഒരാഴ്ച തന്നെ വെസ്റ്റ് നൈൽ ഫീവർ, ഡെങ്കി ഫീവർ, പിന്നെ നമ്മുടെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ, അതുപോലെ ഒരുപാട് മെഡിക്കൽ കണ്ടൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അന്ന് വെച്ചാൽ എൻ്റെ പേര് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയാൻ പറ്റുമോ? അതെന്തുകൊണ്ട് പറയുന്നില്ല? അതിൻ്റെ പേരിൽ പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്യുന്നൊരു പോസ്റ്റിൻ്റെയോ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൻ്റെയോ പേര് നമ്മൾ വ്യാഖ്യാനിക്കരുത്. അത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിയേറ്റർമാരായ ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. മനസ്സിലായില്ലേ? അപ്പം കാരണം ഇനിയിപ്പോൾ എനിക്ക് പേഷ്യൻസ് വരും. അതുകൊണ്ട് ഞാൻ സംഭവം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വർക്ക്ഷോപ്പ് രൂപത്തിൽ എങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ടൈമില്ലാ സമയത്തും വളരെ ചെറിയൊരു സമയം കൊണ്ട് നല്ല ക്വാളിറ്റിയിലുള്ളൊരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിലൂടെ ആയിട്ടോ മറ്റുള്ളവരോട് സഹകരിച്ചിട്ടോ കാണിച്ചു തരാം. പലർക്കും മടിച്ചു നിൽക്കുന്നവരൊക്കെ റെഡി ആവുക. എല്ലാവരും ഒരു ക്രിയേറ്ററാണ്, എല്ലാവരും ഒരു യൂട്യൂബറാണ്, അതിലൊരു സംശയവുമില്ല. ഒരു ഗൂഗിൾ അക്കൗണ്ടുള്ള എല്ലാവരും യൂട്യൂബറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നതാണ്. ഏതായാലും ഇതിൽ അജ്നാസ് എന്ന് പറയുന്ന സഹോദരനെ വേദനിപ്പിച്ച ഒരു കാര്യവും എൻ്റെ നാവിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ആ ഒരു പ്രിയ സഹോദരൻ്റെ ഒരു വാക്ക് കടമെടുത്തു എന്നുള്ളൂ. അല്ലാണ്ട് വ്യക്തിപരമായിട്ടോ ഒന്നോ ഞാൻ ആ ഒരു വാക്കിൻ്റെ പേരിൽ അജ്നാസിനെ ഞാൻ ആ വ്യക്തി ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ഞാൻ തയ്യാറല്ല. ആ ഒരു വാക്കല്ല നമ്മുടെ ഈ ഒരു സഹോദരൻ. ആ വാക്ക് അങ്ങനെ ആവാനും പാടില്ല. ഓക്കെ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാനും പാടില്ല. ഓക്കെ, good luck, be happy and take care of your health. Okay, bye.